നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇതുണ്ടോ, അത് ഞാൻ നല്ല ഇതുണ്ടോ, ഇങ്ങനെ നല്ല പൂ പോലെ ഇരിക്കുന്നു, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. അപ്പം ഇത് നമ്മൾ തണുപ്പുള്ള സമയത്തും നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് ഇങ്ങനെ നല്ലപോലെ പൊന്തി വരും. പലർക്കും അങ്ങനെ ഇഡ്ഡലി മാവ് പൊന്തി ഫെർമെൻ്റ് ആവുന്നില്ല, പൊന്തി വരുന്നില്ല എന്നുള്ളൊരു ഇത് ഉണ്ട്, എത്ര അരച്ച് വെച്ചിട്ട് ശരിയാവുന്നില്ലെന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള അരി, ഇപ്പം ഞാനൊരു 4 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. 2 ദിവസത്തിന് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. 4 ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് അരിക്ക് ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് വെച്ചിട്ട് 1 ഗ്ലാസ് ഉഴുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി ഒരു കുറച്ച് നേരം കുതിരാൻ വെക്കാം. ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അരയ്ക്കുന്നത് കേട്ടോ. അപ്പം അത് കുതിർന്ന് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുതിരാൻ നമ്മളെടുത്ത വെള്ളമില്ലേ, ആ വെള്ളം തന്നെയാണ് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ, നല്ലപോലെ കഴുകി എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കുതിർത്തിയത്. സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നവരുണ്ട്, എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് നല്ലപോലെ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുളിക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ പല ഇതിലെടുക്കുന്നവരുണ്ട്. ബാക്കിയുള്ളതും ഞാൻ മറ്റേ ലാസ്റ്റത്തെ ഇതിനകത്തേക്ക് കുറച്ച് ചോറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 പിടി ചോറ്, അത് വെള്ളച്ചോറായാലും കുഴപ്പമില്ല, മട്ടരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ അരച്ച് എടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ നല്ലതുപോലെ ഒന്ന് നമ്മുടെ കൈയും കൊണ്ടൊന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സോളം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ കുറച്ച് നേരം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മാവ് നല്ല ഇതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ ഇത് ഫെർമെൻ്റ് ആകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, അപ്പം ഞാൻ ചെയ്യുന്ന ട്രിക്കാണ് ഇതേ. അപ്പോൾ ഇവിടെ UK നല്ല തണുപ്പാണ്. അപ്പം ഇപ്പം ഓൾമോസ്റ്റ് ചൂടാണ്, പക്ഷേ തണുപ്പുള്ള സമയത്ത് എന്നാലും നമ്മൾ മാവൊന്നും അങ്ങനെ പൊന്തത്തില്ല ചില സമയത്ത്. അപ്പോൾ തണുപ്പുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന രീതിയാണിത് കേട്ടോ. അപ്പം മാവ് നല്ലതുപോലെ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെക്കണം. ചൂടുവെള്ളം, അതായത് നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന ചൂടുവെള്ളമുണ്ട്. അപ്പം നല്ല ചൂടാണ് ആ വെള്ളം, ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വരെ 2-3 പ്രാവശ്യം മാറ്റി വെച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ എണ്ണ തടവിയിട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കുക കേട്ടോ. മാവ് കോരി ഒഴിച്ച് ഈ ബട്ടർ തടവിയാൽ നമ്മുടെ മാവ് നമ്മൾ കോരി ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് വിട്ട് കിട്ടും, നല്ല ഒട്ടും പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് വെക്കുമ്പോഴാണെങ്കിലും നമുക്കതൊന്നും ചിരണ്ടി കളയുമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ നല്ല സൂപ്പർ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് എണീറ്റ് പോരുന്നുണ്ട്. കൈ കൊണ്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം കണ്ടോ, കൈ കൊണ്ട് വേണമെങ്കിലും എടുക്കാം കണ്ടോ, നല്ല പഞ്ഞിയായിട്ടിരിക്കുന്നുണ്ടോ. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന ട്രിക്ക്. അപ്പോൾ നമ്മൾ മാവ് അരച്ചതിന് ശേഷം അരച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. നല്ലതുപോലെ ചൂടായ വെള്ളം, നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഇവിടെ UK. നമ്മുടെ പൈപ്പിൽ നിന്ന് ചൂടും തണുപ്പും വെള്ളം കിട്ടും. അപ്പോൾ ആ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വരും. അത്ര